2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP 32 സീറ്റുകൾ നേടുമെന്ന അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ് BJP നേതാവ് PC ജോർജ്. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ ഒരു BJP മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുമെന്നും PC ജോർജ് എടുത്തു പറയുന്നുണ്ട്. ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തോടായിരുന്നു PCയുടെ ഈ പ്രതികരണം. PC പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോളൂ, കേരളത്തിൽ 32 സീറ്റുകൾ എങ്കിലും BJP നേടിയിരിക്കും. LDFന്റെ തുടർഭരണത്തെക്കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. 32 എണ്ണം നമുക്ക് വന്നാൽ പിന്നെ ബാക്കി 110 സീറ്റല്ലേ വീതിക്കാൻ ബാക്കിയുണ്ടാകൂ. അതങ്ങനെ വീതിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് മുഖ്യമന്ത്രി ആരാണെന്ന് അപ്പോൾ ചർച്ച ചെയ്യാം. ഏതായാലും 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എഴുതി വച്ചോളൂ, കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് ഒരു BJP മുഖ്യമന്ത്രി ആയിരിക്കും എന്നത്. അതിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നില്ലേ? കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിൽ കൊടുക്കില്ലെന്ന് പറയുന്നത് എന്തൊരു മര്യാദകേടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ജനവികാരമുണ്ടെന്നത് തീർച്ച തന്നെയാണ്. പിണറായി ഒരാഴ്ചത്തേക്ക് നന്നായിരിക്കുകയാണ്. ഇപ്പോൾ ഉടനെ ജയിലിലേക്ക് പോവേണ്ടത് കൊണ്ടായിരിക്കും. കാരണം CMRLന്റെ കാശ് വാങ്ങിയത് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഭരണാധികാരിയാണ് എന്ന് പച്ചയ്ക്ക് SFO കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞു. അതിനർത്ഥം ജയിലിലോട്ട് പോകുകയാണെന്നാണ് PCയുടെ വാദം. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പിഴച്ചിട്ടില്ലെന്നും C കൃഷ്ണകുമാർ അനുയോജ്യനായിരുന്നു എന്നും PC എടുത്തു പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ ഒരു എതിരഭിപ്രായവും അറിയിച്ചിട്ടില്ല. താൻ നേരിട്ട് ശോഭയുമായി സംസാരിച്ചതാണെന്ന് പറഞ്ഞ PC നിലവിലെ സ്ഥാനാർത്ഥി തന്നെയാണ് പാലക്കാട് നല്ലതെന്ന് ശോഭ പറഞ്ഞതായും അവകാശപ്പെടുന്നുണ്ട്. സന്ദീപ് വാര്യർ എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോവേണ്ട ആളായിരുന്നുവെന്നും PC ചൂണ്ടിക്കാട്ടി. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥാനത്തെ നേതൃത്വം തന്നെ നേരത്തെ പറഞ്ഞതാണ് സന്ദീപ് വാര്യരുടെ കാര്യം പ്രശ്നമാണെന്നും നടപടി വേണ്ടിവരുമെന്നും. സന്ദീപ് വാര്യരെ BJP പുറത്താക്കാനിരുന്നതാണ്. തിരഞ്ഞെടുപ്പ് കാലത്തെ ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് മാത്രം. പാലക്കാട് ഷാഫി പറമ്പിലിന് താരപരിവേഷമുണ്ടെന്നും PC പറഞ്ഞു വെക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിൻ്റെത് നല്ല പെരുമാറ്റമാണ്. എനിക്ക് അവിടെ വോട്ടുണ്ടെങ്കിൽ ഞാനായാലും ചിലപ്പോൾ ഷാഫിക്ക് ചെയ്തു പോകും. ഷാഫിക്ക് പാലക്കാട് ഒരു താരപരിവേഷം തന്നെയുണ്ട്. സത്യം പറയുന്നതിൽ എന്തിനു മടിക്കണം? ഷാഫിയുടെ പ്രവർത്തനമാണ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ വളർച്ച എന്നാണ് PC കിട്ടിയ അവസരത്തിൽ പറഞ്ഞത്. അതേസമയം പാലക്കാട് നിയമസഭ ഉപതിരഞ്ഞെടുപ്പിലെ BJPയുടെ തോൽവിക്ക് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമാണെന്ന വിമർശനവുമായി PC ജോർജ് മുൻപെത്തിയിരുന്നു. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നഗരസഭയിൽ അതൃപ്തിയുണ്ടായിരുന്നു. ഇത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. പാലക്കാട് 3 പേർ സ്ഥാനാർത്ഥികളാകാൻ തയ്യാറായിരുന്നു. 3 പേരുടെ പട്ടികയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലെത്തിയതെന്നും അതിൽ നിന്നും ഒരു പേര് തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ പിന്തുണച്ച് PC ജോർജ് രംഗത്തെത്തിയിരുന്നു. തോൽവിയുടെ പേരിൽ സുരേന്ദ്രൻ മാറേണ്ട സാഹചര്യമില്ലെന്നാണ് PC അന്ന് പറഞ്ഞത്. ജയിച്ചപ്പോൾ സുരേന്ദ്രന് എന്തെങ്കിലും പ്രൊമോഷൻ നൽകിയിരുന്നോവെന്നും അദ്ദേഹം ചോദിച്ചു. പാലക്കാട് നിയമസഭ ഉപതിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് BJPക്ക് ലഭിച്ചത്. പാർട്ടിക്കായി മത്സരിച്ച C കൃഷ്ണകുമാറിന് 2ാം സ്ഥാനത്തെത്താൻ സാധിച്ചുവെങ്കിലും BJPക്ക് വോട്ട് കുറഞ്ഞിരുന്നു. 10,000-ഓളം വോട്ടുകളാണ് BJPക്ക് കുറഞ്ഞത്. നഗരസഭയിൽ ഉൾപ്പെടെ BJPക്ക് വലിയ തിരിച്ചടിയേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ സുരേന്ദ്രനെതിരെ BJPയിൽ പടയൊരുക്കം ശക്തമായിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രൻ മാറണമെന്ന് BJPയിൽ നിന്ന് തന്നെ ആവശ്യമുയരുകയുണ്ടായി.